ഒരാൾ കേന്ദ്രമന്ത്രി, ഒരാൾ പാർലമെന്റ് അംഗം, മറ്റൊരാൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയും MLAയും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ വോട്ടർമാർക്ക് പോലും ഉത്തരം കാണില്ല. കാരണം കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. UDFനായി അടൂർ പ്രകാശും LDFനായി V ജോയിയും BJPക്ക് വേണ്ടി V മുരളീധരനും എത്തിയതോടെ മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കേരളത്തിൽ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരത്തെ BJP അനുകൂല കാറ്റ് ആറ്റിങ്ങലിലേക്ക് കൂടി വീശുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ അതത്ര എളുപ്പമാകില്ല. കാരണം മുരളീധരനെ പോലെ തന്നെ മറ്റ് രണ്ടുപേരും അതിശക്തരാണ്. 30 വർഷം ഇടതു കോട്ടയായിരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയായ V ജോയിയെ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 25% വോട്ട് നേടിക്കൊണ്ട് നടത്തിയ വൻ മുന്നേറ്റമാണ് ആറ്റിങ്ങലിനെ BJPയുടെ A ക്ലാസ് മണ്ഡലമാക്കിയത്. മാത്രമല്ല മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി നിന്ന് BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ A ക്ലാസ് സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി മണ്ഡലം പിടിക്കാനാണ് BJPയുടെ ശ്രമം. അതേസമയം കഴിഞ്ഞ 5 വർഷത്തെ MP എന്ന നിലയിലുള്ള പ്രവർത്തനത്തിലൂടെ മണ്ഡലത്തിലുണ്ടാക്കിയ ബന്ധങ്ങളാണ് അടൂർ പ്രകാശിന്റെ കരുത്ത്. വർക്കലയുടെ നിയമസഭാ പ്രതിനിധിയായ V ജോയിയും മണ്ഡലത്തിൽ സുപരിചിതൻ. നേരത്തെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച കേന്ദ്രമന്ത്രി V മുരളീധരനാകട്ടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 1 വർഷത്തിലേറെയായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന R ശങ്കറിനെ പോലും വീഴ്ത്തിയ ചരിത്രമുണ്ട് ആറ്റിങ്ങലിലെ പൂർവ്വരൂപമായ ചിറയൻകീഴിന്. CPMലെ K അനിരുദ്ധനായിരുന്നു 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രബിൾ ഷൂട്ടർ. പിൽക്കാലത്ത് വയലാർ രവിയും A റഹീമും തലേക്കുന്നിൽ ബഷീറുമൊക്കെ പ്രതിനിധീകരിച്ച മണ്ഡലം 1989 സുശീല ഗോപാലനാണ് തലേക്കുന്നിൽ ബഷീറിൽ നിന്ന് പിടിച്ചെടുത്ത് ഇടതുപക്ഷത്ത് എത്തിച്ചത്. 1996 K അനിരുദ്ധന്റെ മകൻ അഡ്വക്കേറ്റ് A സമ്പത്ത് ചിറയൻകീഴിൽ ജനവിധി തേടിയെത്തിയപ്പോൾ ആ യുവരക്തത്തെ മണ്ഡലം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് 3 ടേമിൽ വർക്കല രാധാകൃഷ്ണൻ CPMനായി മണ്ഡലം കാത്തു. അതിനുശേഷം 2 തവണ കൂടി സമ്പത്ത് ഇടതുപക്ഷത്തിനായി മണ്ഡലം കാത്തു. പക്ഷേ കഴിഞ്ഞ തവണ സമ്പത്തിന് കാലിടറുകയായിരുന്നു. അങ്ങനെയാണ് അടൂർ പ്രകാശ് പാർലമെന്റിലെത്തിയത്. 1989 ശേഷം ആദ്യമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് പ്രതിനിധി വിജയിച്ചു കയറിയത് അടൂർ പ്രകാശിലൂടെയാണ്. ഇടതുപക്ഷത്തിന്റെ 30 വർഷം നീണ്ട തുടർ വിജയങ്ങൾക്ക് വിരാമമിട്ട അടൂർ പ്രകാശിന് ഇത്തവണയും മണ്ഡലം കോൺഗ്രസ് പക്ഷത്ത് നിലനിർത്താൻ കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ തവണ ശബരിമല വിഷയം ആറ്റിങ്ങലിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന തോന്നൽ പോലും ഉണ്ടായി. ഇത്തവണ അത്തരം പ്രത്യേക വിഷയങ്ങളൊന്നുമില്ല. പൊതുരാഷ്ട്രീയ വിഷയങ്ങളും ആറ്റിങ്ങലിലെ വികസനവും തന്നെയാകും വോട്ടായി മാറുക. ഇടവ് മുതൽ പെരുമാത്ര വരെ നൂലുപോലെ ആറ്റിങ്ങലിനെ തൊട്ടുകിടക്കുന്ന കടലോര ജീവിതം തന്നെയാണ് വോട്ട് തേടി വരുന്നവരോട് ആറ്റിങ്ങലിനുള്ള ചോദ്യം. അവിടുത്തെ തിരയും കാറ്റും കാറും കോളും രാഷ്ട്രീയ ബലത്തിന്റെ ആഴം നിർണ്ണയിക്കും. മുതലപ്പൊഴി മത്സ്യബന്ധന തീരത്ത് ഇടയ്ക്കിടെ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ സൃഷ്ടിക്കുന്ന വൈകാരിക വേലിയേറ്റങ്ങൾ നിലവിൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് മുന്നിലെ ചോദ്യചിഹ്നങ്ങളാകും. തിരകൾ ഒരേ മട്ടിൽ ആവർത്തിക്കുന്നത് പോലെ ആറ്റിങ്ങലിന്റെ രാഷ്ട്രീയ നിലപാടുകളും എന്നും ഒരേ പാറ്റേണിലാണ്. ചിറയൻകീഴ് മണ്ഡലമായിരുന്ന കാലം മുതൽ പുതുരക്തങ്ങളെയും ആദർശ നിലപാടുകളെയും അവർ സ്വീകരിച്ചു. അമ്പരപ്പിക്കുന്ന തരത്തിൽ പലരെയും തള്ളിക്കളഞ്ഞ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. നഷ്ടങ്ങളുടെ നേർക്കാഴ്ചകൾ ഏറെ ആറ്റിങ്ങലിലെ വോട്ടർമാർക്ക് പറയാനുണ്ട്. അത് കായലിന്റെയും കയറിന്റെയും സങ്കടങ്ങളാണ്. കടക്കാവൂർ, പെരുമാതുറ, ചിറയൻകീഴ് കായലോരങ്ങളിലെ കയർ നിർമ്മാണ രംഗം അന്യം നിന്നു പോകുന്ന അവസ്ഥയിലാണ്. അധ്വാനത്തിന്റെ കൂലി കിട്ടാതെ പരമ്പരാഗത മേഖലയിൽ നിന്ന് ഇറങ്ങിപ്പോയവർ കെട്ടിട നിർമ്മാണ തൊഴിലിലേക്കും മറ്റും കളം മാറി. എങ്കിലും കയറാട്ടുകൾ ദുർബലമായ ഇവിടങ്ങളിൽ ഇപ്പോഴും ഞരങ്ങിക്കൊണ്ട് കറങ്ങുന്നു. ഈ നഷ്ടസ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും വോട്ടിന്റെ ഗതി നിർണ്ണയിക്കും. ഇലകമൺ, മടവൂർ, പള്ളിക്കൽ ദേശങ്ങളിലെ കശുവണ്ടി ഫാക്ടറികൾ സർക്കാരുകളുടെ അവഗണനയിൽ അടച്ചിട്ടിട്ട് കാലങ്ങളായി. കാരേറ്റ്, കല്ലമ്പലം, നെടുമങ്ങാട്, കാട്ടാക്കട പ്രദേശങ്ങൾക്ക് റബ്ബർ കാർഷിക വിളകളുടെ വീഴ്ചയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിലെ പൊങ്ങുംപാലം കടലിൽ പതിച്ചത്. വർഷങ്ങളുടെ ചരിത്രം പറയുന്ന പൊങ്ങുംപാലവും ഇക്കുറി ചർച്ചാ വിഷയമാണ്. അത് ചെന്ന് കൊള്ളുന്നതാകട്ടെ സംസ്ഥാന സർക്കാരിനും. പാലത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ആറ്റിങ്ങലിന് എന്തിനാണ് ഒരു ബൈപ്പാസ് എന്ന അബദ്ധത്തിൽ ചോദിച്ചു പോയതിന്റെ പേരിലാണ് കഴിഞ്ഞ തവണ സമ്പത്തിന് വീട്ടിലിരിക്കേണ്ടി വന്നത്. ഒപ്പം യുവ വോട്ടർമാരുടെ പിന്തുണ കൂടി പ്രതീക്ഷിച്ചാണ് V ജോയി ഇറങ്ങിയത്.
എന്നാൽ കേന്ദ്ര പദ്ധതികളുടെയും റെയിൽവേ വികസനത്തിന്റെയും വിദേശകാര്യമന്ത്രി എന്ന നിലയിലുള്ള തിളക്കങ്ങളും മണ്ഡലത്തെ തനിക്കൊപ്പം നിർത്തുമെന്ന ശുഭചിന്ത കേന്ദ്രമന്ത്രി മുരളീധരനുമുണ്ട്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ചിറയൻകീഴായിരുന്ന ലോക്സഭാ സീറ്റ് ആറ്റിങ്ങൽ മണ്ഡലമായി പുനർജനിക്കുന്നത്. നേരത്തെ 1957 തിരുവനന്തപുരം ജില്ലയിലെ 8 നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്ത് ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കിളിമാനൂർ, വാമനാപുരം, ആര്യനാട്, നെടുമങ്ങാട്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു ചിറയൻകീഴ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനാപുരം, അരുവിക്കര, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെത്തി. ഈ തീരദേശ ഗ്രാമീണ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഇടത് MLA-മാരാണ് ഉള്ളതെന്നത് ഇടതുപക്ഷത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ഈഴവ വോട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ആറ്റിങ്ങലിൽ മുസ്ലിം വോട്ടുകൾക്ക് നിർണായക പ്രാധാന്യമാണുള്ളത്. കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് നടത്തിയ പൗരത്വ ഭേദഗതി നിയമം ആറ്റിങ്ങലിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾക്ക് BJP-ക്കെതിരെ അടിക്കാനുള്ള വടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആര് വണ്ടി കയറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.